ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 11th ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഹൗ മച്ച് ഇൻ എ ബോട്ടിൽ, ഹൗ മച്ച് ഇൻ എ ബാഗ്, അല്ലേ? കുപ്പിയിലെത്ര, സഞ്ചിയിലെത്ര. ഇവിടെ ചിത്രത്തിൽ മക്കൾ എന്താണ് ഈ വെള്ളം നിറയ്ക്കുന്ന കളി ഉണ്ടല്ലോ, അത് കളിക്കുകയാണല്ലേ. ടീച്ചേഴ്സ് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മക്കൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ ക്ലാസ്സിൻ്റെ മുന്നേയുള്ള പാഠങ്ങളോ ഇനി അതല്ല മറ്റ് സബ്ജക്റ്റൊക്കെ വേണമെങ്കിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വാട്ടർ റിലേ, അല്ലേ? വെള്ളം കൈമാറി കളി. സീ ദ പിക്ചർ ഓൺ പേജ് 159. 159 ചിത്രം നോക്കാനാണ്. അപ്പോൾ മക്കൾ നോക്കിയില്ലേ ഫസ്റ്റ് പേജിലത്തെ ചിത്രം? ലെറ്റ് ഓൾസോ പ്ലേ ദിസ് ഗെയിം. ഈ കളി നമുക്കും കളിക്കാം. എന്നിട്ട് നിങ്ങൾ ദ ഗ്രൂപ്പ് വിച്ച് വോൺ, ഏത് ഗ്രൂപ്പാണ് ജയിച്ചത് എന്ന് അവിടെ എഴുതണം. ആരെ ഗ്രൂപ്പാണ് ജയിച്ചത് എന്ന് അവിടെ എഴുതണം നിങ്ങൾ ക്ലാസ്സിൽ കളിച്ചതിന് ശേഷം കേട്ടോ. ലേജൂസ് ക്ലാസ് പ്ലേഡ് ദിസ് ഗെയിം ഇൻ ഗ്രൂപ്പ്സ്. ലേജുവിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഗ്രൂപ്പായിട്ടാണ് ഈ കളി കളിച്ചത്. വാട്ടർ കളക്റ്റഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് വാസ് poured into the glasses. അപ്പോൾ എന്താണ്? കളിയുടെ അവസാനം ഓരോ ഗ്രൂപ്പിൻ്റെയും പാത്രത്തിലുണ്ടായിരുന്ന വെള്ളമാണ് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. സീ ദ പിക്ചേഴ്സ്. ഇവിടെ താഴത്തെന്താ നോക്കിക്കേ? വിച്ച് ഗ്രൂപ്പ് ഓഫ് ലേജൂസ് ക്ലാസ് വോൺ. മക്കളെ, ലേജുവിൻ്റെ ക്ലാസ്സിലെ ഏത് ഗ്രൂപ്പാണ് ജയിച്ചിട്ടുള്ളത്? എങ്ങനെ നമുക്ക് കണ്ടെത്താം? കൂടുതൽ വാട്ടർ ഉള്ളത്, അല്ലേ? വാട്ടർ കളക്ട് ചെയ്തത് ഏത് ഗ്ലാസ് ആണോ നോക്കുക. ഏത് ഗ്രൂപ്പിൻ്റെ ഗ്ലാസ് ആണോ അവരായിരിക്കും വിജയിച്ചത്, അല്ലേ? ഏതാണ്? ഗ്രൂപ്പ് 5 ആണ്, അല്ലേ? അപ്പോൾ അവിടെ ഗ്രൂപ്പ് 5 എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ്, വാട്ടർ ബെൽ. ഡിഡിൻ യു ഹിയർ ദ വാട്ടർ ബെൽ? വാട്ടർ ബെൽ കേട്ടല്ലോ. എവ്രി വൺ ഡ്രിങ്ക് സം വാട്ടർ നൗ. അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാനാണ്. എന്നിട്ട് നൗ ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽസ്, അല്ലേ? ഇനി ഒഴിഞ്ഞ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളം നിറച്ചും വെക്കണം. ഇനി ഹൂസ് വാട്ടർ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കാൻ കഴിയുന്ന വാട്ടർ ബോട്ടിൽ ആരുടേതാണ്? ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്. എത്ര ഗ്ലാസ് വെള്ളം നിറയ്ക്കാം? അപ്പോൾ മക്കൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണിത്. ക്ലാസ്സിൽ എല്ലാ കുട്ടികളുടെയും വാട്ടർ ബോട്ടിൽ നോക്കുക, അല്ലേ? എന്നിട്ട് വെള്ളം നിറച്ച് നോക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആരുടെ ഗ്ലാസ് ആണോ, ആരുടെ വാട്ടർ ബോട്ടിലാണോ ഏറ്റവും കൂടുതൽ ഗ്ലാസ് വെള്ളം കൊള്ളുന്നതെന്ന് നോക്കിയിട്ട് ഇവിടെ എഴുതണം കേട്ടോ. ഇനി നെക്സ്റ്റ്, ഹൗ മച്ച് ഇൻ ദ ബോട്ടിൽ. കുപ്പിയിൽ എത്ര എന്നാണ്. വിച്ച് ബോട്ടിൽ ക്യാൻ ഹോൾഡ് ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ, ഡ്രോ എ സർക്കിൾ അറൗണ്ട് ഇറ്റ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽസിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ കൊള്ളുന്നത് ഏതാണ്, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് കുപ്പിയാണ്? ഏതാണ് മക്കളെ? കൂടുതൽ വെള്ളം കൊള്ളണമെങ്കിൽ വലിയ കുപ്പി വേണം, അല്ലേ? ഏതാണത്? ഏത് ബോട്ടിലാണ്? 2 ആണ്. പിന്നെ വിച്ച് ബോട്ടിൽ വുഡ് ഹോൾഡ് ദ ലീസ്റ്റ്. ഏറ്റവും കുറവ് വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഡ്രോ എ സ്ക്വയർ അറൗണ്ട് ഇറ്റ്. അപ്പോൾ അതിന് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളതിന് സ്ക്വയർ വരയ്ക്കുക, ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ളതിന് പിന്നെ സർക്കിൾ വരയ്ക്കുക. ഓക്കെ. മോം സെഡ് മൈ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1 ലിറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ ഒരു കുട്ടി പറയാണ് എൻ്റെ കുപ്പിയിൽ 1 ലിറ്റർ വെള്ളം നിറയ്ക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ ഹൗ അബൌട്ട് മെഷറിങ് ദ വാട്ടർ ടു സീ ഇഫ് ഇറ്റ്സ് ആക്ച്വലി എ ലിറ്റർ. കുപ്പിയിലെ വെള്ളം 1 ലിറ്റർ ആണോ എന്ന് അങ്ങനെ അളന്ന് നോക്കുക, അല്ലേ? നമുക്കൊന്ന് അളന്ന് നോക്കിയാലോ, അല്ലേ? എങ്ങനെയാണ് നോക്കുക എന്ന് മുന്നോട്ട് നോക്കാം. തിങ്സ് വി ബൈ, അല്ലേ? വാങ്ങുന്ന സാധനങ്ങൾ. വാട്ട് ഐറ്റംസ് ഇൻ യുവർ ഹോം ആർ ബോട്ട് ഇൻ ക്വാണ്ടിറ്റീസ് ഓഫ് 1 ലിറ്റർ, അല്ലേ? നിങ്ങളുടെ വീട്ടിൽ 1 ലിറ്റർ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വാട്ടർ, സോപ്പ് വാട്ടർ, ഫെനോൽ, ദോശ ബാറ്റർ, കൂൾ ഡ്രിങ്ക്സ്. ഇതുപോലെ മക്കളുടെ വീട്ടിൽ വാങ്ങുന്ന 1 ലിറ്റർ അളവിൽ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുക കേട്ടോ. ലെറ്റ്സ് മെഷർ ആൻഡ് ഫിൽ. അളക്കാം, നിറയ്ക്കാം, അല്ലേ? യൂസ് മെഷറിംഗ് ജാർസ് ടു സീ ഹൗ മച്ച് വാട്ടർ യുവർ ബോട്ടിൽ ക്യാൻ ഹോൾഡ്. ഇത്തരം അളവ് പാത്രങ്ങൾ ചിത്രത്തിൽ തന്നിട്ടുള്ളത് കണ്ടോ? ഇത്തരം പാത്രങ്ങൾ, മെഷറിംഗ് ജാർസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ എത്ര വെള്ളം നിറയ്ക്കാമെന്ന് നോക്കാനാണ്, അല്ലേ? അപ്പോൾ ഒരു കുട്ടി പറയാണ് ഐ ഡോണ്ട് ഹാവ് എ മെഷറിംഗ് ജാർ. അപ്പോൾ നിങ്ങൾക്കും ഇല്ലല്ലോ മെഷറിംഗ് ജാർ, ഇല്ലല്ലേ? ലെറ്റ്സ് മേക്ക് മെഷറിംഗ് ജാർസ്. അപ്പോൾ നമുക്ക് മെഷറിംഗ് ജാർസ് ഉണ്ടാക്കാം. എങ്ങനെയാണ്? മേക്ക് യുവർ ഓൺ മെഷറിംഗ് ജാർസ് ഓഫ് 1 ലിറ്റർ
500 liters and 250 milliliters out of used bottles. എങ്ങനെയാ? ഒഴിഞ്ഞ കുപ്പികൾ ഉപയോഗിച്ച് അളവ് പാത്രങ്ങളുടെ സഹായത്തോടെ 1 ലിറ്റർ 500 ലിറ്റർ അതുപോലെ തന്നെ 200 മില്ലി അളവ് പാത്രങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ടോ മാർക്ക് 100 milliliters ആൻഡ് 50 milliliters ഓൾസോ ഓൺ ദ 200 milliliter വെസൽ. അപ്പോൾ 200 അല്ലേ, 200 milliliter പാത്രത്തിൽ 100 milliliter 100 milliliterഉം 50 milliliterഉം കൂടെ നിങ്ങൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് വാട്ട് ആർ ദ തിങ്സ് വി ബൈ ഇൻ ക്വാണ്ടിറ്റീസ് ലെസ് ദാൻ എ ലിറ്റർ. അപ്പോൾ 1 ലിറ്ററിൽ കുറഞ്ഞ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ എന്തെല്ലാം? അപ്പോൾ ഇവിടെ എഴുതണം. അപ്പോൾ ലിറ്റർ എന്ന് പറയുന്ന സമയത്ത് മറ്റേ ലൂസായിട്ടുള്ള സാധനങ്ങളാണ് ഉണ്ടാവുക, ദ്രാവക രൂപത്തിലുള്ളത്. അല്ലാത്തത് വെയിറ്റ് ആണല്ലോ നമ്മൾ പറയാം, കിലോഗ്രാമിലാണല്ലോ പറയാം. ഇതപ്പോൾ ലിറ്ററിലാകുമ്പം മിൽക്ക് തന്നിട്ടുണ്ട് 500 milliliters ആണ് നമ്മൾ മിൽക്ക് വാങ്ങുക. അതുപോലെ വേറെ കേട് വാങ്ങുക അല്ലേ, തൈര് വാങ്ങും 500 milliliters ആണ്. ഓയിൽ വാങ്ങും, പിന്നെ വാട്ടർ ബോട്ടിൽസ് വാങ്ങും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് എഴുതുക കേട്ടോ. നെക്സ്റ്റ്, ഹൗ മച്ച് വാട്ടർ, എത്ര വെള്ളം. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് പെർ ഡേ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് അളന്നിട്ട് പറയാം അല്ലേ, മെഷർ ആൻഡ് റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം അളന്ന് നോക്കുക, നിങ്ങൾ എത്ര ഗ്ലാസ്സാണ് കുടിക്കുന്നത് എന്നിട്ട് അവിടെ എഴുതുക. പിന്നെ ഗസ് ഹൗ മച്ച് വാട്ടർ ദ വേരിയസ് വെസൽ ഇൻ യുവർ ഹോം ക്യാൻ ഹോൾഡ്, ദെൻ ആക്ച്വലി മെഷർ ദം ആൻഡ് റൈറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വെസൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എത്ര ഗ്ലാസ് വെള്ളം കൊള്ളും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഗസ് ചെയ്തിട്ട് എഴുതുക. പിന്നെ ആക്ച്വൽ മെഷർ എത്ര ഉണ്ട്, എത്ര ഗ്ലാസ് കൊള്ളുമെന്ന് അളന്ന് നോക്കിയിട്ട് എഴുതുക. അപ്പോൾ അത് മക്കൾ ചെയ്യേണ്ട പ്രവർത്തനമാണ് കേട്ടോ. നെക്സ്റ്റ്, മിൽക്ക് സൊസൈറ്റിയാണ്. പിന്നെ ഇവിടെ മിൽക്ക് വാങ്ങാൻ വന്നവർ വരിക്ക് നിൽക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ലേജൂസ് ഫാദർ സോൾഡ് മിൽക്ക് ടു ദ സൊസൈറ്റി. ലേജുവിൻ്റെ അച്ഛന് സൊസൈറ്റിയിൽ പാല് കൊടുത്തു. ഇറ്റ് വാസ് മെഷേർഡ് 2 times വിത്ത് എ 2 liter വെസൽ ആൻഡ് വൺസ് വിത്ത് എ 1 liter വെസൽ. അപ്പോൾ 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ മെഷർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 liter വെസൽ കൊണ്ട് 1 ടൈമുമാണ് അളന്നിട്ടുള്ളത്. അപ്പം എത്രയാണ് എത്ര ലിറ്റർ പാലാണ് പിന്നെ ലേജുവിൻ്റെ അച്ഛൻ സൊസൈറ്റിയിൽ കൊടുത്തത് എന്നല്ലേ. ഇപ്പം 2 times 2 liter കൊടുക്കുന്ന സമയത്ത് 2 × 2 4 liter ആണ്. പിന്നെ 1 time 1 liter കൊടുക്കുമ്പോൾ 1 × 1 1 തന്നെ. അപ്പോൾ എത്രയാണ്? 4 + 1 5 liter ആണ് ലേജുവിൻ്റെ അച്ഛൻ സൊസൈറ്റിയിൽ കൊടുത്തത്. അപ്പോൾ അത് താഴെ നമുക്കൊന്ന് എഴുതി നോക്കാം. 2 liter can filled twice gives അല്ലേ. 2 liter twice 2 പ്രാവശ്യം അളക്കുന്ന സമയത്ത് എത്രയായി? 4 liter. 1 liter can filled once makes. അപ്പോൾ 1 ലിറ്റർ പാത്രം കൊണ്ട് 1 times അളന്നാൽ അപ്പോൾ 1 liter തന്നെ. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് 4 + 1 5 liter. ആഫ്റ്റർ ലേജുസ് ഫാദർ ദ നെക്സ്റ്റ് ഇൻ ലൈൻ വാസ് ജാനകി ഓൺഡ്. അപ്പോൾ ലേജുവിൻ്റെ അച്ഛന് ശേഷം പാൽ കൊടുത്തത് ജാനകി ചേച്ചിയായിരുന്നു. ദ മിൽക്ക് വാസ് മെഷേർഡ് യൂസിങ് എ 1 liter ക്യാൻ ഫിൽഡ് 3 times ആൻഡ് 200 milliliter ക്യാൻ ഫിൽഡ് 2 times. ഹൗ മച്ച് മിൽക്ക് ഡിഡ് ജാനകി ഓൺ സെൽ. അപ്പോൾ 1 liter അളവ് പാത്രം കൊണ്ട് 3 timesഉം 200 milliliter പാത്രം കൊണ്ട് 2 timesഉം പാൽ അളന്നൊഴിച്ചു. അപ്പോൾ ജാനകി ചേച്ചി എത്ര പാല് കൊടുത്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ 1 liter ക്യാൻ ഫിൽഡ് 3 times. അപ്പം 1 liter 3 times ആകുമ്പോൾ 1 × 3 3 ആണ്. പിന്നെ 200 milliliters 2 times ആണ്. അപ്പോൾ എത്രയാ? 400 milliliters ആണ് അല്ലേ. അപ്പോൾ 3 liter 400 milliliter. അപ്പോൾ അത്രയും നമുക്കിവിടെ ഒന്ന് എഴുതി നോക്കാം. 1 liter ക്യാൻ ഫിൽഡ് 3 times മേക്ക് അല്ലേ. 1 liter പാത്രം കൊണ്ട് 3 times അളന്നാൽ എത്ര കിട്ടും? 3 കിട്ടും. 200 milliliters ക്യാൻ ഫിൽഡ് 2 times. 200 2 പ്രാവശ്യം 2 times ആണെങ്കിൽ 400 കിട്ടും. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 3 liter ആൻഡ് 400 milliliter. Bashir came to buy milk for his tea shop. He was given 3 liter of the milk
ബ്രോട്ട് ബൈ ലേജൂസ് ഫാദർ. ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ്. ഇപ്പോൾ പാല് വാങ്ങാൻ വന്ന ചായക്കടക്കാരൻ ബഷീറിന് 3 liters പാല് കൊടുത്തത് ലേജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാലിൽ നിന്നായിരുന്നു. അപ്പോൾ ബാക്കി എത്ര പാലുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലേജുവിൻ്റെ അച്ഛൻ എത്ര പാലായിരുന്നു കൊടുത്തത്? 5 liter ആണല്ലേ. അപ്പോൾ 3 liter ബഷീറിന് കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും? 5 - 3 = 2 liter ആണല്ലേ. നെക്സ്റ്റ് സ്മോൾ മെഷേഴ്സ്, ചെറിയ അളവുകളാണ്. എന്താണ്? റൈറ്റ് സം ഇൻസ്റ്റൻസസ് ഓഫ് യൂസിങ് ദ തിങ്സ് ഷോൺ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എഴുതാനാണ്. എന്നിവിടെ തന്നിട്ടുണ്ട്. ഏതാണ്? മെഷറിങ് മെഡിസിൻ അല്ലേ, കഴിക്കാൻ മരുന്നെടുക്കാൻ. പിന്നെ ആഡിങ് സോൾട്ട് ടു കറി, കറിയിൽ ഉപ്പിടുന്നത്. പിന്നെ എന്തൊക്കെ എഴുതാം? ഗിവിങ് മെഡിസിൻ ടു ചിൽഡ്രൻസ് അല്ലേ, കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ. ടേക്കിംഗ് ബ്ലഡ് എടുക്കുന്നതിന്. ഇൻജക്റ്റിംഗ് മെഡിസിൻസ്, മരുന്ന് കയറ്റുന്നതിന്. പിന്നെയോ ആഡിങ് പൗഡേഴ്സ്, പൊടികൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മക്കൾ കൂടുതൽ കണ്ടെത്തിയിട്ട് എഴുതി ചേർക്കുക കേട്ടോ. പിന്നെ ഹൗ മച്ച് മെഡിസിൻ ക്യാൻ ദ സ്മോൾ സ്പൂൺ ഹോൾഡ്. മരുന്ന് കഴിക്കുന്ന സ്പൂണിൽ എത്ര മില്ലി മരുന്ന് കൊള്ളും അളന്നെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മില്ലി ലിറ്റർ നിങ്ങൾ എന്തിലാണ് നോക്കുക? മരുന്നിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ അടപ്പ് തരുമല്ലോ, അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ സ്പൂണിൽ എത്ര മില്ലി കൊള്ളുന്നുണ്ട് നോക്കണം. പിന്നെ ഹൗ മച്ച് വാട്ടർ ക്യാൻ എ ബോട്ടിൽ ക്യാപ്പ് ഹോൾഡ്. പിന്നെ കുപ്പിയുടെ അടപ്പിൽ എത്ര വെള്ളം കൊള്ളുന്നു നിങ്ങൾ നോക്കണം. അപ്പം അതൊക്കെ മില്ലി ലിറ്ററാണ്, കുറഞ്ഞ അളവാണല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇവിടെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് അത്തർ സെയിൽസ് അല്ലേ, അത്തർ കച്ചവടമാണ്. ലേജൂസ് ഫാദർ സെൽസ് അത്തർ ഓൾസോ. അപ്പോൾ ലേജുവിൻ്റെ അച്ഛന് അത്തർ കച്ചവടവുമുണ്ട്. ഹി ബൈസ് അത്തർ ഫ്രം ഹോൾസെയിൽ മർച്ചൻസ് ആൻഡ് സെൽസ് ഇറ്റ് ഇൻ 5 milliliter ബോട്ടിൽസ്. അപ്പോൾ ഹോൾസെയിൽ കച്ചവടക്കാരിൽ നിന്നൊക്കെ അത്തർ വാങ്ങിയിട്ട് 5 milliliter കുപ്പിയിൽ നിറച്ചാണ് ലേജുവിൻ്റെ അച്ഛന് അത്തർ കച്ചവടം ചെയ്യുന്നത്, അത്തർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുപ്പിയിൽ എത്രയാണ് ഉണ്ടാവുക? 5 milliliter ആണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് അത്തർ ഈസ് നീഡഡ് ടു ഫിൽ 20 സച്ച് ബോട്ടിൽസ്. 20 ബോട്ടിൽസിൽ നിറയ്ക്കാൻ എത്ര അത്തർ വേണം? ഒരു ബോട്ടിലിൽ 5 milliliter ആണ്. അപ്പോൾ 20 ബോട്ടിൽ എത്ര വേണം? 20 × 5 നോക്കിയാൽ പോരെ. അപ്പോൾ എത്രയാണ്? 25 ടൈംസ് ആകുമ്പോൾ എത്രയാണ് വരിക? 100 ml ആണല്ലേ. ഇനി ഹൗ മെനി ബോട്ടിൽസ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 20 milliliter ഓഫ് അത്തർ. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? 20 milliliter അത്തർ എത്ര ബോട്ടിൽസിൽ നിറയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് കാണുക? 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ബോട്ടിലിൽ 5 അല്ലേ, അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര ബോട്ടിൽ നിറയ്ക്കാമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം 20 / 5 = എത്രയാണ്? എത്ര 5 ആണ്? 20 4 5 ആണ് അല്ലേ. നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റ്. ഹൗ ഹെവി ഇറ്റ് ഈസ്, ഐ കാണ്ട് ലിഫ്റ്റ് ഇറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? എന്തൊരു ഭാരം ഉയർത്താനാകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ മറ്റേ ആൾ പറയാണ് വെയിറ്റ് ഡിയർ ഐ വിൽ ടേക്ക് ഇറ്റ്. അല്ലേ മോളെ, ഞാൻ എടുക്കാമെന്ന് പറയാണ്. ലേജൂസ് ഫാദർ സപ്ലൈസ് അത്തർ ടു ദ സൂപ്പർ മാർക്കറ്റ്. ലേജു ഓൾസോ വെൻ ദർ വിത്ത് ഹിസ് ഫാദർ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള അത്തർ വിതരണം ചെയ്യുന്നത് ലേജുവിൻ്റെ അച്ഛനാണ്. അച്ഛനൊപ്പം ലേജുവും സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. വാട്ട് തിങ്സ് ആർ ബോട്ട് ഇൻ യുവർ ഹോം വിച്ച് വെയ്റ്റ് 1 kilogram. അപ്പോൾ 1 kilogram 1 kilogram ഭാരം വരുന്ന, വെയിറ്റ് വരുന്ന എന്തൊക്കെ സാധനങ്ങൾ വീട്ടിൽ വാങ്ങാറുണ്ട്? മസ്റ്റ് ബൈ എ കിലോഗ്രാം ഓഫ് ഷുഗർ അല്ലേ, 1 kilogram പഞ്ചസാര വാങ്ങാം. പിന്നെ എന്തൊക്കെ വാങ്ങാം? സാൾട്ട്, ചില്ലി പൗഡർ, ടൊമാറ്റോ, പൊട്ടാറ്റോ, പീസ്, റൈസ്, അങ്ങനെ ഒരുപാട് അല്ലേ. അപ്പോൾ മക്കൾക്ക് നോട്ട് ബുക്കിലേക്ക് ഒരുപാട് എഴുതി ലിസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ദീസ് ആർ ദ തിങ്സ് ലേജു ആൻഡ് ഹിസ് ഫാദർ ബോട്ട് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ലേജുവും അച്ഛനും സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയ സാധനങ്ങളാണ് അല്ലേ. റൈസ് 10 kilogram, ഷുഗർ 1 kilogram, ആട്ട 1 kilogram, റൈസ് ഫ്ലോർ 2 kilogram, റവ 2 kilogram, ഗ്രീൻ ഗ്രാം 1 kilogram അല്ലേ. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്? ഐ ആം ക്യാരി ദ തിങ്സ്, സാധനങ്ങൾ ഞാൻ എടുക്കുക. അപ്പോൾ ലേജ് പറയാണ് ലെറ്റ്സ് ഗെറ്റ് ആൻ ഓട്ടോ വിളിക്കണേ എന്ന് പറയാണ്. ഇനി
ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ തിങ് ബോട്ട് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളുടെ മൊത്തം ഭാരമാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാ? റൈസ് 10 കിലോഗ്രാം, ഷുഗർ 1 ആണല്ലേ, അപ്പോൾ 11, ആട്ട 1 ആണ്, 12, റൈസ് ഫ്ലോർ 2 ആണ്, അപ്പോൾ 13, 14 അല്ലേ. പിന്നെ റവ 15, 16 ആണ്, ഗ്രീൻ ഗ്രാം 17, അപ്പോൾ 17 കിലോഗ്രാം ആണ് അല്ലേ. നെക്സ്റ്റ്, സോ ഹെവി, എന്തൊരു ഭാരം അല്ലേ. വാട്ട് തിങ്സ് ഇൻ ദ ക്ലാസ് റൂം ക്യാൻ യു ലിഫ്റ്റ് യുവർ സെൽഫ്. ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് തനിയെ ഉയർത്താനാകുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? അതുപോലെ വാട്ട് ആർ ദ തിങ്സ് യു കനോട്ട് ലിഫ്റ്റ്, നിങ്ങൾക്ക് ഉയർത്താനാകാത്ത വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ഇവിടെ ബോക്സിൽ എഴുതണം കേട്ടോ. തിങ്സ് ഐ ക്യാൻ ലിഫ്റ്റ് എന്നുള്ളിടത്ത് ഉയർത്താനാകുന്നത്, തിങ്സ് ഐ കാൺ ലിഫ്റ്റ് എന്നുള്ളിടത്ത് ഉയർത്താനാവാത്തത്. അപ്പോൾ മക്കൾ നോക്കിയിട്ട് എഴുതാം. നെക്സ്റ്റ്, ഹൗ മെനി ഇൻസ്ട്രുമെൻറ്റ്സ് ടു വെയ് അല്ലേ. വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമുക്കുള്ളത് കണ്ടോ. വെയിറ്റ് ഈസ് മെഷേർഡ് ഇൻ കിലോഗ്രാം ഓർ ഗ്രാം. വെയിറ്റ് മെഷർ ചെയ്യുക കിലോഗ്രാമിലോ ഗ്രാമിലോ ആണ്. ഗ്രാം ഈസ് എ സ്മോളർ മെഷർ ദാൻ കിലോഗ്രാം. ഗ്രാം എന്ന് പറയുന്നത് കിലോഗ്രാമിനേക്കാളും ചെറിയ അളവാണ് അല്ലേ. ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ വെയിറ്റ് ഓഫ് മൈ ബാഗ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാഗിൻ്റെ വെയിറ്റ് അവിടെ ഗസ് ചെയ്ത് എഴുതണം ആദ്യം, എന്നിട്ട് വെയിറ്റ് നോക്കിയിട്ട് എഴുതണം. അപ്പോൾ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. വെയിറ്റ് നോക്കുന്ന മെഷീൻ ക്ലാസ്സിൽ കൊണ്ടുവരും. പിന്നെ വെയിറ്റ് ഓഫ് ഫ്രണ്ട്സ് ബാഗ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബാഗ് നിങ്ങൾ ഗസ് ചെയ്യുക, എന്നിട്ട് ആക്ച്വൽ എത്രയാണ് റെഡി വെയിറ്റ് ഉള്ളത് നോക്കിയിട്ട് അവിടെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റാണ് താഴെയുള്ള ബോക്സിൽ എഴുതേണ്ടത്. ഗസ് ചെയ്തിട്ട് എഴുതുക, എന്നിട്ട് വെയിറ്റ് നോക്കിയിട്ട് എഴുതുക. അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ വെയിറ്റ് ഗസ് ചെയ്തിട്ട് എഴുതുക, ആക്ച്വൽ വെയിറ്റും എഴുതുക. അപ്പോൾ മക്കൾ അത് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ഹെൽത്ത് ചാർട്ടാണ്. ഗെറ്റ് ദീസ് ഡീറ്റെയിൽസ് അബൌട്ട് യുവർ ക്ലാസ്മേറ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ക്ലാസ്സിലുള്ളവരുടെ വിവരങ്ങൾ കണ്ടെത്തിയിട്ട് ചാർട്ട് പൂർത്തിയാക്കാനാണ്. ഫസ്റ്റ് ബോയ്സിൻ്റെതാണ്. നെയിം എഴുതുക, അവരുടെ ഏജ് എഴുതുക, അവരുടെ ഹൈറ്റ് എത്രയാണ്, വെയിറ്റ് എത്രയാണെന്ന് എഴുതുക. ഗേൾസിൻ്റെതും അതുപോലെ തന്നെ നെയിം, ഏജ്, ഹൈറ്റ്, വെയിറ്റ്. അപ്പോൾ മക്കളിത് ചെയ്യണം. പിന്നെ ദ ടേബിൾ ബിലോ ഷോസ് ദ ഐഡിയൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഫോർ ചിൽഡ്രൻ ഓഫ് 7, 8 and 9 years according to the chart in family health center. അപ്പോൾ ഇവിടെ എന്താണ്, കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചാർട്ട് പ്രകാരം 7, 8, 7, 8, 9 വയസ്സ് ഉള്ളവർക്ക്, ഏജ് ഉള്ളവർക്ക് ഉണ്ടാകേണ്ട വെയിറ്റും ഹൈറ്റും ആണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. അല്ലേ, ബോയ്സിന് കുറച്ച് മാറ്റം ഉണ്ടാവും, ഗേൾസിന് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മുകളിൽ ഒരു ചാർട്ട് തയ്യാറാക്കുമല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ. അപ്പോൾ അതിൽ ഏകദേശം എങ്ങനെയാണ് നിങ്ങളുടെ ചാർട്ടിൽ പിന്നെ ഒരു വിലയിരുത്തൽ കുറിപ്പാണ് ഉണ്ടാക്കേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് അധികം കുട്ടികൾക്കും ഏത് വെയിറ്റാണോ ഉള്ളത്, അതുപോലെ തന്നെ എത്ര ഹൈറ്റാണോ ഒരു പ്രായത്തിലുള്ളത് നോക്കിയിട്ട് ഏകദേശം നിങ്ങൾ ഈ ഒരു വെയിറ്റിൻ്റെ ഉള്ളിലാണ് പിന്നെ അധിക കുട്ടികൾക്കും ഈ പ്രായത്തിലുള്ളത് എന്നുള്ള ഒരു നോട്ട് അവിടെ എഴുതണം കേട്ടോ. നെക്സ്റ്റ്, ഫുഡ് കിറ്റ് ആണ്. പുഞ്ചിരി ക്ലബ് നിയർ ലേജൂസ് ഹോം ഡിസ്ട്രിബ്യൂട്ടഡ് ഫുഡ് കിറ്റ്സ് ഫോർ ഓണം. ദ ടേബിൾ ഷോസ് ദ ഐറ്റംസ് ഇൻ ദ കിറ്റ് ആൻഡ് ദെയർ വെയിറ്റ്. അപ്പോൾ ലേജുവിൻ്റെ വീടിനടുത്തുള്ള പുഞ്ചിരി ക്ലബ്ബ് ഓണത്തിന് വിതരണം ചെയ്ത കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓണത്തിന് വിതരണം ചെയ്ത സാധനങ്ങളും അവയുടെ വെയിറ്റുമാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ടീ, ഷുഗർ, കാഷ്യൂനട്ട്, ഗീ, കാർഡമം, ബനാന ചിപ്സ്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, കോക്കനട്ട് ഓയിൽ, റോ റൈസ്, ഗ്രീൻ ഗ്രാം, പിജിയോൺ പീ, സോൾട്ട്, ബനാന ചിപ്സ് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചുള്ള ചോദ്യം എന്താണ്? ഹൗ മെനി തിങ്സ് ഇൻ ദ കിറ്റ് വെയ് 1 കിലോഗ്രാം. 1 കിലോഗ്രാം ഭാരമുള്ള എത്ര സാധനങ്ങൾ കിറ്റിലുണ്ട് എന്ന്. ഷുഗർ ഉണ്ട്, പിന്നെയോ കോക്കനട്ട് ഓയിൽ ഉണ്ട്, സോൾട്ട് ഉണ്ട് അല്ലേ. 1 കിലോഗ്രാം ഭാരമുള്ളത്. അപ്പോൾ നമുക്ക് 3 എണ്ണം എഴുതാം. അപ്പോൾ വാട്ട് ഈസ് ദെയർ ടോട്ടൽ വെയിറ്റ്. അപ്പോൾ എത്രയാണ് അതിൻ്റെ മൊത്തം വെയിറ്റ്? 3 kg ആണ് അല്ലേ. അപ്പോൾ എത്ര എണ്ണമാണ്, ഹൗ മെനി തിങ്സ് എത്ര എണ്ണാണെന്നുള്ളതിന് 3 എഴുതാം. വാട്ട് ഈസ് ദെയർ ടോട്ടൽ വെയിറ്റ് എന്നുള്ള വെയിറ്റ് 3 kg അല്ലേ, 3 കിലോഗ്രാം. ഇനി വിച്ച് തിങ്സ് ഇൻ ദ കിറ്റ് വേ ലെസ് ദാൻ 1 കിലോഗ്രാം. അപ്പോൾ 1 കിലോഗ്രാമിനെക്കാട്ടിലും കുറവുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ് അല്ലേ. 250 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/4 കിലോഗ്രാം ആണ്. 500 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ 1/2 കിലോഗ്രാം ആണ്. 750 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ 3/4 കിലോഗ്രാം ആണ് കേട്ടോ.
അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് എഴുതാം അല്ലേ. ടീ, കാഷ്യൂനട്ട്, ഗീ, കാർഡമം, ബനാന ചിപ്സ്, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, റോ റൈസ്, ഗ്രീൻ ഗ്രാം, പിജിയോൺ പീ, ബനാന ചിപ്സ്, ജാഗരി അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് 1 kg കുറവുള്ളത്. നെക്സ്റ്റ് അസസ്മെൻ്റ് ആണ് അല്ലേ. ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൗ മെനി ബോട്ടിൽസ്, എത്ര കുപ്പി, എ ഷോപ്പ് ഹാസ് 10 liters ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻ സ്റ്റോക്ക്. അപ്പോൾ ഒരു പലചരക്ക് കടയിൽ 10 ലിറ്റർ എന്തുണ്ട്, ഓയിൽ ഉണ്ട്, കോക്കനട്ട് ഓയിൽ സ്റ്റോക്ക് ഉണ്ട്. ഹൗ മെനി 1 liter ബോട്ടിൽസ് ആർ നീഡഡ് ടു ഫിൽ ദിസ് ഓയിൽ. ഇത് 1 liter ബോട്ടിൽസിൽ നിറയ്ക്കാൻ എത്ര ബോട്ടിൽ വേണം എന്നല്ലേ. ഹൗ എബൌട്ട് 2 liter ബോട്ടിൽസ്. അപ്പോൾ 2 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ ബോട്ടിൽസ് ആണെങ്കിലോ, അപ്പോൾ 1 ലിറ്ററിൻ്റെ ബോട്ടിൽസിൽ നിറയ്ക്കണം. എത്ര ലിറ്ററാണ് ഉള്ളത്, 10 ലിറ്റർ ആണല്ലേ. അപ്പോൾ 10 ലിറ്റർ 1 ലിറ്ററിൻ്റെ ബോട്ടിൽസ് നിറയ്ക്കുകയാണെങ്കിൽ എത്ര വേണം, 10 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ എത്രയാണ്, അപ്പോൾ 1 ലിറ്റർ വെച്ച് 10 ലിറ്റേഴ്സ് ആക്കുകയാണെങ്കിൽ എത്രയാ, 10 ബോട്ടിൽസ് തന്നെ വേണം. ഇനി ഹൗ എബൌട്ട് 2 liter ബോട്ടിൽ. അപ്പോൾ എത്ര 2 liter ബോട്ടിൽസ് വേണം. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 2 അല്ലേ. 2 കൊണ്ട് ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ്, അതിൻ്റെ പകുതി. അപ്പോൾ എത്രയാണ്, 10 ഡിവൈഡഡ് ബൈ 2 = 5 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലേജൂസ് ഹോം ആണ് അല്ലേ, ലേജുവിൻ്റെ വീടാണ്. ലേജൂസ് ഹൗസ് ഈസ് ടു ബി പെയിൻറ്റഡ്. ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് പെയിൻറ്റ് ബോർഡ്. അപ്പോൾ ലേജുവിൻ്റെ വീട് പെയിൻറ്റ് അടിക്കണം അല്ലേ. അപ്പോൾ വാങ്ങിയ പെയിൻറ്റിൻ്റെ അളവാണ്, എമൗണ്ടാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ പെയിൻറ്റിൻ്റെയും കളറും അതിൻ്റെ മെഷറും ഇവിടെ തന്നിട്ടുണ്ട്. വൈറ്റ് 20 liters, ഗ്രീൻ 5 liters, യെല്ലോ 5 liters, വയലറ്റ് 1 liters, ബ്ലൂ 2 liters. അങ്ങനെയെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെയിൻറ്റ് ഡിഡ് ദേ ബൈ. ആകെ എത്ര പെയിൻറ്റ് വാങ്ങി. അപ്പോൾ എല്ലാം കൂടെ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. 20 + 5 25, പിന്നെ +5 വീണ്ടും ഒരു +5 അല്ലേ. അപ്പോൾ 30 30 + 1 31, പിന്നെ 2 ആണ് അല്ലേ, +2 33. അപ്പോൾ 33 ലിറ്റേഴ്സ് ആണ് ആകെ വേണ്ടി വന്നിട്ടുള്ളത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഗ്യാസ് സിലിണ്ടർ. എ ഫുള്ളി ഫിൽഡ് ഗ്യാസ് സിലിണ്ടർ വെയ്റ്റ് 29 kilograms ആൻഡ് എൻ empty cylinder 15 kilograms. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ലിക്വിഡ് ഇൻ ദ സിലിണ്ടർ. അപ്പോൾ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വെയിറ്റ് എത്രയാണ്, 29 kilograms ആണ്. empty സിലിണ്ടറിൻ്റെ വെയിറ്റ് 15 kilograms ആണ്. കാലി ആയിട്ടുള്ള സിലിണ്ടറിൻ്റെ വെയിറ്റ് ഈ 15 kilogram ആണ്. അങ്ങനെയെങ്കിൽ അതിലുള്ള ലിക്വിഡിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മക്കളെ കണ്ടെത്തുക. ഫിൽഡ് ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിന് 29 അല്ലേ. അപ്പോൾ 29ൽ നിന്നും കാലി ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വെയിറ്റ് കുറച്ചാൽ പോരെ അല്ലേ, മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 29 - 15 എത്രയാണ്, 14 kilogram ആണ് അല്ലേ. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് എ ഹാഫ് ഫിൽഡ് സിലിണ്ടർ. പകുതി ഗ്യാസ് ഉള്ളപ്പോൾ സിലിണ്ടറിൻ്റെ ഭാരം എത്രയാണെന്ന്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു സിലിണ്ടറിൽ ഉള്ളിലുള്ള ആ ഒരു ലിക്വിഡിൻ്റെ വെയിറ്റ് എത്രയാണെന്ന്. എത്രയാണ്, 14 ആണ് അല്ലേ. അപ്പോൾ 14ൻ്റെ പകുതി സിലിണ്ടറിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ empty സിലിണ്ടറിൻ്റെ വെയിറ്റ് 15 ആണ്. പിന്നെ ലിക്വിഡിൻ്റെ പകുതി വെയിറ്റ് എത്രയാണ്, 14ൻ്റെ പകുതി 7 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് രണ്ടും കൂടെ കൂട്ടുക അല്ലേ. 15 + 7 എത്രയാണ്, 22 kilogram ആണ് അല്ലേ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, മെഷറിംഗ് ഓയിലാണ്, എണ്ണ അളക്കാം. 500 liter ഓഫ് ഓയിൽ ഈസ് നീഡഡ്. 500 milliliter എണ്ണ വേണം. There is a 200 milliliter jar and 100 milliliter jar. അപ്പോൾ അവിടെ ഉള്ളത് ഏതൊക്കെയാണ്, 200 milliliterൻ്റെയും 100 milliliterൻ്റെയും ജാറാണുള്ളത്, അളവ് പാത്രങ്ങളാണുള്ളത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി ക്യാൻ മെഷർ ഔട്ട് 500 liters യൂസിങ് ദീസ് ജാർസ്. അപ്പോൾ ഈ ജാറുകൾ ഉപയോഗിച്ചിട്ട് 500 milliliter എണ്ണ എങ്ങനെയൊക്കെ അളക്കാം കേട്ടോ, എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണുള്ളത്, 200 milliliterൻ്റെയും 100 milliliterൻ്റെതുമാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 100ൻ്റെ തന്നെ എങ്ങനെ 500s എടുക്കാം, പിന്നെയോ 200s 100s എടുക്കാം. അപ്പോൾ 500 ആയി. പിന്നെ 300 litersഉം 200 litersഉം എടുക്കാം അല്ലേ. അപ്പോഴും 500 liter ആയില്ലേ.
ഇനി 5th ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു മെഷർ എങ്ങനെ അളക്കാം യൂസിങ് എ 500 milliliter ജാർ ആൻഡ് എ 200 milliliter ജാർ ഹൗ ക്യാൻ ബി മെഷർ ഔട്ട് 100 milliliters. അപ്പോൾ നമ്മുടെ കയ്യിൽ 500 millilitersൻ്റെയും 200 millilitersൻ്റെയും ജാറാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 100 milliliters എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. ആദ്യം നമ്മൾ 500 milliliter മെഷർ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 200 milliliter നമ്മൾ അളന്ന് മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക, വീണ്ടും 200 milliliterൻ്റെ ആ ജാറിലേക്ക് അളന്ന് മാറ്റുക. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക? 2 പ്രാവശ്യം 200 പോയാൽ പിന്നെ എത്രയാ? 100 അല്ലേ ഉണ്ടാവുക? അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാത്ത് ലാബ്. 4 weighing blocks were made for the math lab. അപ്പോൾ ഗണിത ലാബിലേക്ക് മാത്ത് ലാബിലേക്ക് 4 വെയിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ഓൾ 4 ഈസ് 15 kilograms ആണ് കേട്ടോ. അപ്പോൾ 4 വെയിറ്റിൻ്റെയും കൂടെ ആകെ ഭാരം എത്രയാണ്? ആകെ വെയിറ്റ് 15 kilograms ആണ്. Weight from 1 to 15 grams can be measured using these. അപ്പോൾ ഇതുകൊണ്ട് ഈ വെയിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 മുതൽ 15 grams വരെയുള്ള അളവ് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. വാട്ട് ഈസ് വെയിറ്റ് ഓഫ് ഈച്ച് ബ്ലോക്ക്? അങ്ങനെയെങ്കിൽ ഓരോ ബ്ലോക്കിൻ്റെയും ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1ൻ്റെതും അളക്കാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റണം, 15ഉം മെഷർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ബ്ലോക്സ്? 1, 2, 3, 10 അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് 1ൻ്റെത് മെഷർ ചെയ്യാം, 2 മെഷർ ചെയ്യാം, 3 മെഷർ ചെയ്യാം. പിന്നെയോ 4 എങ്ങനെ മെഷർ ചെയ്യുക? 1ഉം 3ഉം എടുക്കുക. 5 ആണെങ്കിൽ 2ഉം 3ഉം എടുക്കുക. 6 ആണെങ്കിലോ 1, 2, 3 3ഉം കൂടെ എടുക്കുക. ഇനി 7, 8, 9 എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 10ൻ്റെത് ഇവിടെ ഉണ്ട്. 11 ആണെങ്കിൽ 10ഉം 1ഉം എടുക്കുക. പിന്നെ 12 ആണെങ്കിൽ 10ഉം 2ഉം എടുക്കുക. 13 ആണെങ്കിൽ 10ഉം 3ഉം എടുക്കുക. 14 ആണെങ്കിലോ 10ഉം 3ഉം 1ഉം എടുക്കുക അല്ലേ? 15 ആണെങ്കിൽ 10ഉം 3ഉം 2ഉം എടുക്കുക. അപ്പോൾ 7, 8, 9 എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. 7 kilogram ആണ് നോക്കേണ്ടതെങ്കിൽ വെയിറ്റ് വെക്കുന്ന നേരം ഒരു ത്രാസിൽ നമ്മൾ 10 വെക്കുകയാണ്. 10 kgയുടെ വെയിറ്റ് വെക്കുക. അപ്പുറത്ത് 3 kgയുടെ വെയിറ്റ് വെക്കുക. അപ്പം നമ്മൾ ഏത് സാധനമാണോ വാങ്ങുന്നത് അത് 3 kgൻ്റെ ആ ഒരു ത്രാസിലേക്ക് ഇടുന്ന സമയത്ത് എന്താവും? അത് 10 kg സെയിം ആകുമ്പം ആ 3 kg കൂടെ വന്നിട്ടല്ലേ അത് 10 ആവുന്നത്. അപ്പം അതുകൊണ്ട് അത് 10 - 3 അതിൽ 7 kg ആയിരിക്കും ഉണ്ടാവുക. ഇനി 8 kilogram ആണ് നോക്കേണ്ടതെങ്കിൽ ഒരു ഭാഗത്ത് 10 വെയിറ്റ് ഇടുകയാണെങ്കിൽ മറ്റേ ഭാഗത്ത് 2 വെയിറ്റ് ഇടുക. അപ്പോൾ സാധനം കൂടെ വരുന്ന സമയത്ത് 2ഉം ആ ഒരു സാധനം കൂടെ 10 വരുന്ന നേരം എന്തായി? അതിൽ നിന്ന് എത്രയായി? 10 - 2. അവിടെ 2 വെയിറ്റ് ഇട്ട സമയത്ത് ബാക്കി എത്രയാണ് വരിക? 8 ആണ് വരിക. ഇനി 9 kilogram ആണ് നോക്കേണ്ടതെങ്കിൽ ഒരു ഭാഗത്ത് 10 വെയിറ്റ് ഇടുകയാണെങ്കിൽ മറുഭാഗത്തിൽ 10ലേക്ക് 9ൽ നിന്ന് 10ലേക്ക് പിന്നെ എത്രയാണ് വേണ്ടത്? 1 അല്ലേ? ആ 1 മറ്റേ ഭാഗത്ത് ഇടുക. അപ്പോൾ സാധനങ്ങൾ തൂങ്ങുന്ന സമയത്ത് എന്തായി? അതിൽ 9 kilogram ആണ് ഉണ്ടാവുക. അപ്പോൾ മക്കളെ, ഈ ഒരു ക്ലാസ് മക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതിൽ മക്കൾക്ക് ചെയ്യേണ്ട കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്, അത് മക്കൾ തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.